ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗത്സമന പ്രയർ ഗ്രൂപ്പിലെ എല്ലാ ദൈവമക്കൾക്കും ഗത്സമന പ്രയർ ഗ്രൂപ്പ് പ്രഭാത ധ്വനിയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഈരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഈരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ദൈവത്തിന് മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാചകങ്ങളാണ് നാം ഈ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ 15-ാം അധ്യായം മുഴുവനും കാണുന്നത്. കർത്താവ് തന്നെ പല ഉപമകളിൽ കൂടെയും പ്രസിദ്ധീകരിക്കുന്ന, വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളാണ് 15-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ച ഒരു ശിഷ്യന്മാരിൽ ഒരാളാണ് അപ്പോസ്തലനായ യോഹന്നാൻ. സബദിയുടെയും ശലോമിയുടെയും മകനായി ജനിച്ചു വളർത്തപ്പെട്ടു. പടകും വലയും കടലും മാത്രം പരിചയമുള്ളവൻ. എന്നാൽ യേശുവിനെ പിൻഗമിച്ച നാൾ മുതൽ യേശു ഏറ്റവും അധികം സ്നേഹിക്കുകയും യേശുവിൻ്റെ മാർവടത്തിൽ ചാരിക്കിടന്ന് യേശുവിൻ്റെ ഹൃദയ സ്പന്ദനങ്ങൾ കേൾക്കുകയും ചെയ്ത കർത്താവിൻ്റെ അരുമ ശിഷ്യനാണ് യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ മരണം വരെയും കർത്താവിനെ പിന്തുടർന്ന ഒരേ ഒരു ശിഷ്യനാണ് യോഹന്നാൻ എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ വായ്മൊഴികൾ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവിനാൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നാം ഓരോരുത്തരും പാപത്തിൻ്റെയും പൈശാചികത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും അടിമത്വത്തിൽ കിടക്കുമ്പോൾ അവൻ അവിടെ നിന്ന് നാം ഒരിക്കലും കർത്താവിനെ കണ്ടിട്ടിറങ്ങിയതല്ല. കർത്താവ് നമ്മെ സ്നേഹത്തോടും ആടി വിളിക്കുകയും വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നാം അമ്മയുടെ ഉദരത്തിൽ ഭിന്നാകാരമാകുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം നമ്മെ കണ്ടു എന്നെഴുതിയിരിക്കുന്നു. സ്തോത്രം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത് ചില ഉദ്ദേശങ്ങളോടുകൂടിയാണെന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവൻ ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. എന്തിനാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ ചുരുക്കമായി നമുക്ക് ഹല്ലേലൂയ പറഞ്ഞു നിർത്താൻ കഴിയും. സ്തോത്രം. എന്തിനാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന ചോദ്യം വളരെ ലളിതമായും ചുരുക്കമായും പ്രസ്താവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും വേണ്ടി എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ അവിടെ എഴുതി ചേർത്തിരിക്കുന്നു കർത്താവിൻ്റെ വായ്മൊഴികൾ. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളിൽ ഓരോരുത്തരിലും ഫലമുണ്ടാകണം. നമ്മുടെ വീടുകളിൽ പോലും ഫലമില്ലാത്ത യാതൊരു വൃക്ഷത്തെയും നമ്മൾ നട്ടു വളർത്താറില്ല. ഫലമുണ്ടെങ്കിൽ മാത്രമേ നമ്മളതിനെ നട്ടു വളർത്തൂ. കർത്താവ് തൻ്റെ പരശുശുശ്രൂഷ വേളകളിൽ കർത്താവിൻ്റെ വായ്മൊഴിയിൽ നാം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഫലമില്ലാത്തതിനെയൊക്കെയും ചിലതിനെ വെട്ടി തീയിലിട്ട് കളയുന്നു. 15-ാം അധ്യായം പഠിക്കുമ്പോൾ ചിലതിനെ ചെത്തി വെടിപ്പാക്കുന്നു എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം തമ്പുരാൻ്റെ നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഫലം കായ്ക്കണം. എങ്ങനെ? നാം ഒരു സ്ഥലത്തു നിന്ന് ഫലം കായ്ക്കുവാനല്ല ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്. നമ്മൾ പോയി ഫലം കായ്ക്കണം. അടുത്തതായി നമുക്ക് ആ വേദഭാഗത്തിൽ വ്യക്തമായി കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നാം ഫലം കായ്ച്ചാൽ മാത്രം പോരാ, നമ്മളുടെ ഫലം നിലനിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഫലം നിലനിൽക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു വളരെയധികം ആഗ്രഹിക്കുന്നു. ഇന്നൊരു ദിവസം നാം ഫലം കായ്ച്ചു,
എല്ലാവരും കാണുമ്പോൾ നമ്മളിൽ നല്ല ബലമുണ്ട്, നമ്മളിൽ നല്ല ജീവിതമുണ്ട്, നമ്മളിൽ നല്ല സാക്ഷ്യമുണ്ട്, നമ്മളിൽ നല്ല ആരാധനയുണ്ട്, നമ്മളിൽ നല്ല പ്രാർത്ഥനയുണ്ട്. എന്നാൽ മറ്റൊരവസരത്തിൽ അവൻ നമ്മളെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യമില്ല, ജീവിതമില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ആത്മീയതയില്ല. അവൻ വെറും ശൂന്യമായി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കല്ല സ്വർഗത്തിലെ തമ്പുരാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നാം ഫലം കഴിക്കുമ്പോൾ നാം ഉള്ള കാലം വരെയും നമ്മളിൽ നല്ല ഫലമുണ്ടാകണം, അത് നിലനിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് താല്പര്യമുണ്ട് ദൈവസന്നിധിയിൽ നാം ഫലം കഴിക്കുവാൻ? സ്തോത്രം. നമ്മൾ 1-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് നീതിമാനെ പറ്റി അവിടെ കാണുന്നു. നീതിമാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലമാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്ന്. സ്തോത്രം. ഈ നാളിൽ സ്വർഗത്തിലെ തമ്പുരാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളിൽ ഫലമുണ്ടാകണം, നമ്മളുടെ ഫലം നിലനിൽക്കണം, അത് അനേകർക്ക് പ്രയോജനമായി തീരണം, അനേകരുടെ വിശപ്പടക്കുവാൻ കാരണമായി തീരണം, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കാരണമാകണം. ഇതൊക്കെയാണ് സ്വർഗത്തിലെ തമ്പുരാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുമ്പോൾ ഈ ദൂത് കേട്ട എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവസന്നിധിയിൽ എനിക്കൊന്ന് ഫലം കായ്ക്കണമെന്ന്, മറ്റുള്ളവർക്ക് എൻ്റെ ഫലം കൊണ്ട് പ്രയോജനം വേണമെന്ന്, മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് ഒരാശ്വാസം വേണമെന്ന്, ഒരു സമാധാനം വേണമെന്ന്, എന്നെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം വേണമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു? അങ്ങനെയെങ്കിൽ നമുക്കൊരു നിമിഷം നമ്മുടെ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് പറയാം, കർത്താവേ, ഇന്ന് പകൽക്കാലം അവൻ എന്നിലൊന്ന് നല്ലവണ്ണം ഒന്ന് ഫലം കായ്ക്കണം കർത്താവേ, എന്നിലൊരു ചില ഫലങ്ങൾ വേണം കർത്താവേ, അത് അനേകർക്ക് ഉപയോഗപ്രദമാകത്തക്കവണ്ണം, അനേകർക്ക് ആശ്വാസമാകത്തക്കവണ്ണം, അനേകരുടെ വിശപ്പടക്കത്തക്കവണ്ണമുള്ള ചില ഫലങ്ങളെ, ചില ആത്മീയ കൃപകളെ, ചില ആത്മീക ഫലങ്ങളെ കർത്താവെ നീ എന്നിൽ നിന്ന് പകരണമെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.